ഡോക്ടർ രാജേഷ്, ഇതിനെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ തട്ടിക്കൂട്ടിയ ഒരു ബജറ്റ് ഇത്തരത്തിൽ മധ്യവർഗത്തെ ചേർത്ത് പിടിക്കുന്നതൊക്കെ ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണോ? കാരണം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ വളരെ കൃത്യമായി ഈ മധ്യവർഗത്തെ, രാജ്യത്തെ മധ്യവർഗത്തെ ചേർത്ത് നിർത്തുമ്പോൾ ആ മധ്യവർഗത്തിൻ്റെ ജീവിത നിലവാരം ഉയരുമ്പോൾ സ്വാഭാവികമായും ഉയരാൻ പോകുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ്. ഈ മധ്യവർഗമാണ് ഏറ്റവും നിർണായകമായ പങ്ക് സമ്പദ് വ്യവസ്ഥയിൽ വഹിക്കുന്നത്. അത് കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഈ ബഡ്ജറ്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. റെഗുലേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. റെഗുലേഷൻ വളരെയധികം അത്യാവശ്യമാണ് നമുക്കിപ്പോൾ. കാരണം നമ്മുടെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കുറച്ചും കൂടിയും ഇൻക്രീസ് ലെവലിൽ വരണമെങ്കിൽ റെഗുലേഷൻ ആവശ്യമായിട്ട് വന്നേ മതിയാവും. പിന്നെ പ്രൊഫസർ പറഞ്ഞ ചില അലോക്കേഷൻ്റെ കാര്യങ്ങൾ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻകം ടാക്സിൽ ഇപ്പോൾ ഈ മിഡിൽ ക്ലാസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ 1 lakh rupees സാലറി വാങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഫ്ലേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്ക്. നമ്മുടെ ഇൻഫ്ലേഷൻ വളരെയധികം വർദ്ധിച്ചു, പ്രത്യേകിച്ച് ഫുഡ് ഇൻഫ്ലേഷനൊക്കെ സപ്ലൈ സൈഡിലുള്ള കൺസ്ട്രെയിറ്റ് കൊണ്ടാണ്. ഇപ്പോൾ ആ ഇൻഫ്ലേഷൻ ഒന്ന് നോർമലൈസ് ആക്കിയിട്ടുണ്ട്, എങ്കിലും പ്രൈസ് റൈസ് വന്നിരിക്കുന്നത് അതേപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രമല്ല, പ്രൈവറ്റ് എംപ്ലോയീസിനും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 20 ലക്ഷം കിട്ടുന്ന ഒരാൾക്ക് പോലും 80,800 rupees സേവ് ചെയ്യാൻ പറ്റും. ഞാനൊരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം എൻ്റെ സബ്ജക്ട് ഫിനാൻസ്, ഞാൻ ഇൻകം ടാക്സ് പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ ആണ് ആ പോയിന്റ് ഉന്നയിച്ചത്. കാര്യമായി ഒന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. ആ കണക്കുകൾ അങ്ങൊന്ന് വ്യക്തമാക്കൂ. അതായത് ഇപ്പോൾ ഇതെങ്ങനെ വന്നിരിക്കുന്നത് വെച്ചാൽ റിബേറ്റ് തന്നെയാണ്. അതായത് നമ്മളെ 87 റിബേറ്റ് പ്രകാരം കഴിഞ്ഞ ഇതിൽ പ്രകാരം സ്ലാബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ സ്കീമാണെങ്കിൽ 2 സ്കീമുണ്ടല്ലോ, പുതിയ സ്കീമിലാണെങ്കിൽ 25,000ഉം പഴയ സ്കീമിലാണെങ്കിൽ 12,500ഉം. ഈ 25,000 ആണ് 60,000 ഒറ്റയടിക്ക് വർദ്ധിച്ചത്. അതിന് പുറമെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ നമ്മൾ NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാം, ഗ്രോസിന് ഡിഡക്ട് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിനാണ്. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അത് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അത് നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഏത് ചാർട്ടേഡ് അക്കൗണ്ടന്റായാലും ഏത് നികുതിയിലും ഉണ്ട്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. ഈ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളുടെ ഇൻകം ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇത്. അപ്പോൾ പ്രൈവറ്റിലും സർക്കാരിലുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വിപണിയിലേക്ക് സ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് നിരക്ക് താഴേക്ക് പോകുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ 2 രീതിയിലും അത് ഒരു പോസിറ്റീവാണ്. ഓഫ് കോഴ്സ് കോൺമാന് ഇത് കിട്ടുമ്പോൾ വരുന്ന സംസ്ഥാനങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് കൊണ്ടുവന്നത് മറ്റേ നമ്മുടെ മിനിസ്റ്റർ ചിദംബരത്തിൻ്റെ സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നു, 2014 കൊണ്ടുവന്നു. അത് കുറച്ച് സിംപ്ലിഫൈഡ് ആണ്. പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പോഴും ഇത് ബെനിഫിഷ്യലാണ് കൂടുതൽ. ഇന്ന് നമ്മളെ ധനമന്ത്രി ടേബിൾ ഉണ്ടാക്കിയിട്ട്, നിങ്ങളെ ധനമന്ത്രിയുടെ അത് പങ്കെടുത്ത കൃത്യമായ ടേബിൾ ഉണ്ടാക്കി പത്രലേഖകരോട് ഇൻക്ലൂഡിങ് ഫൈനാൻഷ്യൽ ജേർണലിസ്റ്റിനെ കാട്ടിക്കൊടുത്തു, ഇത്ര എമൗണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത്ര എമൗണ്ടുകൾ സേവിങ് ഉണ്ട്. അപ്പം അതിനെ കുറ്റം പറയുന്നത് ഈ മധ്യവർത്തികളായ ആളുകൾക്ക് ആനുകൂല്യമാണ്. കഴിഞ്ഞ വർഷവും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത്? അവരുടെ കയ്യെ കിട്ടാൻ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഷം അത് കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്പോസിബിൾ ഇൻകം കയ്യിലുണ്ട്. അത് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഡിമാൻഡ് എമർജ് ചെയ്തെങ്കിലേ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നല്ല ത്വരിതമായിട്ട് വരുള്ളൂ. പിന്നെ രണ്ടാമത് എല്ലാ ഫുൾ ഡോക്യുമെന്റ് ഞാൻ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഏകദേശം നോക്കിയിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ റെയിൽവേയിലൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്ന ആ സെയിം ഫണ്ട് തന്നെ ഈ വർഷവും അലോട്ട്മെന്റ് നടത്തുന്നുണ്ട്. റെയിൽവേയിൽ മോഡേണൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ രാഷ്ട്രീയമല്ല, 2 ഗവൺമെന്റ്, ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന 2 ഗവൺമെന്റ്. മൻമോഹൻജിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അത്രയും റിഫോമിസ്റ്റ് കൊണ്ടുവന്ന് അതിനുശേഷം ചിദംബരംജി കൊണ്ടുവന്നു, അതിനുശേഷം ഇവർ പുതിയ സാമ്പത്തിക. പിന്നെ രണ്ടാമത് ഇവർ ഈ ഇതുണ്ടല്ലോ, ഈ ഫിസിക്കൽ ഡെഫിസിറ്റ്, അത് കണ്ടെയ്ൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഗവൺമെന്റിന്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ, അതായത് 4.4 നിർത്തണം. ഗവൺമെന്റ് 2 രീതിയിൽ നോക്കാം. ഒന്നെങ്കിൽ ഡെഫിസിറ്റ് കൂട്ടിയിട്ട് ഗ്രോത്തിനെ പറ്റി, പക്ഷെ ഇവർ ഡെഫിസിറ്റ് കുറച്ചിട്ട് ഗ്രോത്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം നമ്മളെ ഗ്ലോബൽ സ്ലോ ഡൗൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2025 ഒരു നല്ല ഗ്ലോബൽ സ്ലോ ഡൗൺ വരുന്നുണ്ട്. ഇപ്പോൾ മറ്റ് വിദേശ രാഷ്ട്രങ്ങളെ കമ്പയർ ചെയ്ത് നോക്ക്, ജർമ്മനിയൊക്കെ 1% താഴെയാണ്. ജപ്പാനിൽ
വലിയ ഇതാണ്. അതേമാതിരി ട്രേഡ് വാർ നടക്കുന്നുണ്ട്, അമേരിക്ക ഇതും നടക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾക്ക് പിടിച്ചിരിക്കുകയാണ്. ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് ട്രംപിന്റെ പോളിസീസിനെയൊക്കെ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്, തീർച്ചയാണ്, അത് ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പം ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ പോകുമ്പോൾ ഏത് സാമ്പത്തിക വിധത്തിനും സാമ്പത്തിക അച്ചടക്കം ഉണ്ട്, പക്ഷെ അലോക്കേഷൻ നടത്തേണ്ടി വരും. അങ്ങനെ ഗുരുതരമായ അവസ്ഥകളിലേക്ക് വരുമ്പോൾ സാമ്പത്തിക അലോക്കേഷൻ നടത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസത്തിന് അലോക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എത്ര IIT-കളാണ് കൊണ്ടുവന്നത്? എല്ലാ സംസ്ഥാനം, നമുക്കിവിടെ IIT ഉണ്ട്. ഓക്കെ, എയിംസ് കൊണ്ടുവരുന്ന സുരേഷ് ഗോപിജി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് നടക്കുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അങ്ങനെ നടക്കാതിരിക്കാനുള്ള ഒരു ഇത് കാണുന്നില്ല. ബജറ്റിൽ പ്രഖ്യാപിച്ചു പോകേണ്ടതല്ല ഈ എയിംസ് എന്ന് പറയുന്നത്, ബജറ്റിൽ പ്രഖ്യാപിച്ചു പോകേണ്ടതല്ല എന്നുള്ള ഒരു വാദവും അതുപോലെ നിലനിൽക്കുകയാണ്. ഞാൻ ബി എൻ ഹസ്കർ, ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ 1,28,650 കോടി രൂപ വകയിരുത്തപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം, ഈ ആദായ നികുതി പരിധി ഉയർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. അങ്ങയുടെ മുന്നിൽ ചില കണക്കുകൾ ഞാൻ വെക്കുകയാണ്. 12 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 18 ലക്ഷം ശമ്പളമുള്ളവർക്ക് 70,000, 25 ലക്ഷമുള്ളവർക്ക് 1.1 ലക്ഷം രൂപ. അങ്ങനെ ഈ മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്നുണ്ട്. അങ്ങ് നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിയോജിപ്പ് അക്കാര്യത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന വാദം വരുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതികളെല്ലാം തന്നെ വളരെ ഇൻക്ലൂസീവായി പരിഗണിക്കേണ്ട പദ്ധതികളാണ്. കേരളത്തിന് ഡയറക്റ്റായി ഇതിൻ്റെ ഫലം കിട്ടാം. കൃത്യമായി കേന്ദ്രത്തോട് ചോദിച്ചാൽ വളരെ കൃത്യമായി പദ്ധതികൾ ലഭിക്കുന്ന വിധത്തിലുള്ള പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോം സ്റ്റേ, നമ്മുടെ ടൂറിസം രംഗത്ത് ഏറ്റവും അധികം നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ടൂറിസം മേഖലയാണ്. ഈ റിയാസൊക്കെ എപ്പോഴും പറയുന്നത് ടൂറിസം മേഖലയിലൂടെയാണ് കേരളത്തിന് വലിയ വികസനം വരാൻ പോകുന്നതെന്നാണ്. അത് അത്തരത്തിൽ കേരളത്തിന് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ പദ്ധതികൾ വരികയാണ്. ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ ബാധകമാക്കി 20 ലക്ഷം രൂപ വരെ അത്തരത്തിൽ ലോൺ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതൊക്കെ നമ്മുടെ ടൂറിസം രംഗത്ത് വലിയ ഉണർവുണ്ടാക്കില്ലേ? നീലിമ, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മാഡം, ഞാൻ അതിലൊരു പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാണ്, ക്ഷമിക്കുക, ഒരു കാര്യം കൂടി. അതായത് കൃത്യമായിട്ട് ഓർമ്മയില്ല, വലിയൊരു എമൗണ്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. വലിയൊരു എമൗണ്ട് ഉണ്ട്, അത് പീരീഡും ഐ എം നോട്ട് ഏബിൾ ടു റീകോൾ റൈറ്റ് നൗ. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ലോണായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അനൗൺസ്മെന്റ്. അത് ആരും നോട്ട് ചെയ്തിട്ടില്ല, അത് ഡോക്യുമെന്റിലുണ്ട്. ഞാൻ അത് കൃത്യ എമൗണ്ട് ഞാൻ റീകോൾ ചെയ്യുന്നില്ല. ഒരു എമൗണ്ട് 58 ലക്ഷം കോടി രൂപയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 58 ലക്ഷം കോടി രൂപ. 1.5 ലക്ഷം കോടി. ഞാൻ വേറെ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപിജി നമ്മുടെ ടൂറിസം ഇതിലുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ AML അധ്യാപനം, ഞാൻ ടൂറിസത്തിന്റെ ഒരു പ്രൊജക്റ്റും ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ടൂറിസത്തിന്റെ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മള് സംസ്ഥാനത്ത് നിങ്ങളുടെ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് പറയാം, മറ്റ് തെലുങ്കാന അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശ് ഇവിടുന്നൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ അവരവിടെ തന്നെ ക്യാമ്പ് ചെയ്യാണ്. പ്രോജക്ട് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഉദ്യോഗസ്ഥർ ഇത് തീർന്ന് കംപ്ലീറ്റ് ഫണ്ട് അലോക്കേഷൻ നടത്തുന്നു. പിന്നെ അത് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോജക്ട് റിപ്പോർട്ട് ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലും നല്ല ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാ മേഖലയിലും നല്ല ഉദ്യോഗസ്ഥരുണ്ട്, കൃഷിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് നല്ല കോർഡിനേഷനോടെ പോയി കഴിഞ്ഞാൽ സെൻറ്റർ ഫണ്ട് കൊടുക്കുന്നത്. ഫണ്ട് കൊടുക്കാത്ത അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രം ഇതിനെ കാണരുത്. എനിക്ക് ആ ഒരു അഭ്യർത്ഥനയുണ്ട്. അതിനി ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർക്ക് ഫണ്ട്